നമസ്കാരം. പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസീന. എന്നോടൊപ്പം ഉള്ളത് സുവിത്താണ്. നമ്മൾ ഇന്നത്തെ പ്രധാന വാർത്തകൾ എടുത്തു നോക്കുകയാണെങ്കിൽ മലയാള മനോരമയിലെ ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ബജറ്റ് അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഉപേക്ഷിച്ചേക്കും എന്നൊരു വാർത്തയാണ്. പങ്കാളിത്ത പെൻഷൻ പുതുക്കും. സർക്കാർ വിഹിതം 14% ആക്കാനുള്ള നിർദ്ദേശം പരിഗണനയിൽ. അധിക ചെലവിന് പണം കണ്ടെത്തുക വെല്ലുവിളി. ജീവനക്കാർക്കായി LDF സർക്കാർ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതിന് പകരം നിലവിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ജീവനക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിൽ. ജനുവരിയിൽ മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുകയും ഇത് നടപ്പിലാക്കി തിരഞ്ഞെടുപ്പിന് മുൻപ് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നെങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കാത്തതിൽ പദ്ധതി പ്രാബല്യത്തിലായിട്ടില്ല. ഈ പദ്ധതി UDF സർക്കാർ തുടരാനും സാധ്യതയില്ല. അപ്പം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ പറയുന്ന ഒന്നായിരുന്നു അഷ്വേർഡ് പെൻഷൻ പദ്ധതി. എന്നാൽ അതിന്റെ തുടർ നടപടികളൊന്നും വരാത്ത സാഹചര്യത്തിൽ ആ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കാൻ UDF സർക്കാർ തയ്യാറാകുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ഉള്ളത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു LDF മുന്നോട്ട് വെച്ച കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉപേക്ഷിക്കില്ല, അത് തുടരും എന്നൊരു കാര്യം. പക്ഷെ എന്നാൽ ഇപ്പോൾ അത് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊന്നും തുടരാത്ത സാഹചര്യത്തിൽ ആ ഒരു പദ്ധതി ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ ഒരു അധിക ചെലവിന് പണം കണ്ടെത്തുക എന്നതൊരു വെല്ലുവിളിയായിട്ടാണ് ഭരണപക്ഷം നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ശ്രീധറിന്റെ നിയമനം കോൺഗ്രസ് കൊണ്ടുവരുന്ന പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ ഈ PSC എഴുതുന്നവരൊക്കെ മണ്ടന്മാരാവുമല്ലേ ഇനിയിപ്പോ കൂടുതലും. KSRTCയിലാണ് ആദ്യം കൊണ്ടുവരാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ന്യൂസ് കണ്ടാണ്. എത്രത്തോളം അതിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ വന്ന അത് വേറെ കുറെ പ്രശ്നവും. കാരണം ഈ ലിസ്റ്റിലുള്ളവർക്ക് 2 വർഷം മുമ്പ് KSRTCയിലെ ലിസ്റ്റിലുള്ളവർ തന്നെ ശരിക്കും പറഞ്ഞാൽ കേറിയിട്ടില്ല ഇപ്പോഴും റാങ്ക് ഹോൾഡേഴ്സ്. അപ്പോ ഈ ശ്രീധറിന്റെ ഇനിയിപ്പോ നിയമനം കൂടി ആയാൽ അതൊരു പിൻവാതിൽ നിയമനം പോലെ തന്നെയാണ്. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അവരങ്ങോട്ട് കയറ്റി വെക്കും. CPM-കാരുടെ സ്ഥിരം പരിപാടി ആയിരുന്നു. ഇനിയിപ്പോ കോൺഗ്രസ് വന്നപ്പോ കോൺഗ്രസ്സുകാരുടെ സ്ഥിരം പരിപാടിയാവുന്നല്ലാണ്ട് വേറൊന്നും ഇനിയിപ്പോ ഉണ്ടാവില്ല. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് എന്താ വെച്ചാൽ മാതൃഭൂമിയിൽ കാണുന്നത് എലോൺ മസ്ക് ട്രില്യണറായി. അത് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതായത് അദ്ദേഹത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് 1 ലക്ഷം കോടിയാണ് ഇപ്പോ കടന്നിരിക്കുന്നത്. എങ്ങനെ പോയാലും ഈ 1 ലക്ഷം കോടി നമുക്ക് എണ്ണി തീർക്കണതിന് 634 വർഷം വേണത്ര. ഒരു ദിവസം നമ്മള് ഒരു 10 കോടി വെച്ചിട്ടോ മറ്റേ എണ്ണുകയാണെങ്കിൽ തന്നെ 634 വർഷം വേണമെന്നാ പറയണത്. അത്രയും രൂപ ഇപ്പൊ ഉണ്ട്. അപ്പോഴേ ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അത് എത്രമാത്രം വലിയ രൂപയാണ് എന്നുള്ളത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സൗജന്യ യാത്ര തിങ്കളാഴ്ച മുതലാണ്. വിലയിരുത്തലുമായി മന്ത്രി. സ്ത്രീകളുടെ വരുമാനത്തിൽ 20% വരെ വർധന ഉണ്ടാകും എന്നൊരു കാര്യമാണ്. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും സൗജന്യ യാത്ര സ്ത്രീകളുടെ വരുമാനത്തിൽ 15 മുതൽ 20% വരെ വർധന ഉണ്ടാക്കുമെന്നും മന്ത്രി CP ജോൺ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 8:30 മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ 3125 ഓർഡിനറി നിരക്കുള്ള ബസ്സുകളിലാണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിക്ക് ആവശ്യമായ തുക സർക്കാർ ഗ്രാന്റായി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പം സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം, വിദ്യാഭ്യാസ സംരംഭക പ്രവർത്തനങ്ങൾ എന്നിവ കൂടുതൽ സജീവമാക്കാനാണ് ഇത്തരത്തിലൊരു പദ്ധതി, പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് വെച്ചത്. എന്നാൽ അത് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് പറയുന്നത്. ഇതിലൂടെ 15 മുതൽ 20% വരെ സ്ത്രീകളുടെ വരുമാനം ലാഭിക്കാൻ സാധിക്കും എന്നാണ് വിലയിരുത്തൽ. അപ്പൊ ആദ്യഘട്ടം ഓർഡിനറി ബസ്സുകളിലാണ്. എത്രത്തോളം 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ ഒന്ന് ട്രയൽ നടത്തും എന്നാണ് മന്ത്രി എന്തായാലും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം നടപ്പിലാകും, എങ്ങനെയായിരിക്കും അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഇനി എന്തായാലും തിങ്കളാഴ്ച മുതൽ തന്നെ നമുക്ക് നോക്കി കാണാം. അപ്പൊ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോ ഒന്നുമില്ലെങ്കിൽ ആണ് പെണ്ണായതോ അല്ലെങ്കിൽ പെണ്ണ് ആണായതോ ആയിരിക്കണം. അല്ലെങ്കിൽ രണ്ടും കൂടി അതിൽ ഏതെങ്കിലും ഒരു വിഭാഗമായിരിക്കും. അപ്പൊ പെണ്ണ് ആണാവുകയാണെങ്കിൽ അവർ ആണുങ്ങളല്ലേ, അപ്പൊ അവർക്ക് കൊടുക്കേണ്ടി വരുമോ ടിക്കറ്റ്? കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നിലവിൽ ഇനി വരുവുള്ളത് എന്നൊക്കെ നോക്കാം. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഓൾ ദി ബെസ്റ്റ് തേഴ്സ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി ഫുട്ബോൾ ലോകകപ്പിൽ ഒരു മലയാളിയുടെ പാദമുദ്ര പതിയട്ടെ എന്ന പ്രാർത്ഥനയുമായി കേരളം കാത്തിരിക്കുന്നു. ലോകകപ്പിൽ ഇന്ന് സ്വിറ്റ്സർലൻഡിനെ നേരിടുന്ന ഖത്തർ ടീമിൽ കണ്ണൂർ വളപട്ടണം സ്വദേശി തേഴ്സിൻ മുഹമ്മദ് ജംഷിദും ഉൾപ്പെട്ടാൽ അത് ചരിത്രമാകും. ലോകകപ്പ് കളിക്കുന്ന ആദ്യ മലയാളിയാകും തേഴ്സിൻ. US-ലെ സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 കിക്ക് ഓഫ്.
വേറെ അഭിമാനിക്കാൻ പറ്റി എല്ലാവരും കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലെ. എന്തായാലും മലയാളി താരം തഹസിൻ മുഹമ്മദ് ജംഷീദ് എന്തായാലും ലോകകപ്പിൽ കളിക്കാൻ പോവാണ്. നമ്മളെല്ലാരും ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്, അതും ആദ്യ മലയാളി എന്ന് പറയുന്നത്. പറയുമ്പോ തന്നെ ചെറിയ രോമാഞ്ചം വരുന്നു സത്യം പറഞ്ഞ. ഇപ്പൊ എനിക്ക് ഞാനൊക്കെ ചെറുപ്പത്തിലല്ല, ഞാന് ഇപ്പോഴും നാട്ടില് കളിക്കണ ഒരു വ്യക്തി തന്നെയാണ്. അപ്പോ കുറച്ച് അസൂയ പോലെ തോന്നുന്നുണ്ട്. നമുക്ക് കളിക്കാനും സൗകര്യം ഉണ്ടായി കളിക്കുകയും ചെയ്തിട്ട് ഇപ്പോഴും കളിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ വഴിയൊന്നും തെരഞ്ഞെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം നമുക്ക് പേഴ്സണലി എനിക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഖത്തർ ടീമിലാണ് ഇദ്ദേഹത്തിന് 19 വയസ്സാണ്. എന്തായാലും ഏറെ അഭിമാനിക്കാൻ പറ്റിയ നമ്മളെല്ലാരും കാത്തിരിക്കും. എന്തായാലും നല്ലൊരു നേട്ടം കൈവരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അടുത്ത ബിസിനസ് വാർത്തയാണ്. വൻകിട ഉപഭോക്താക്കൾക്ക് പമ്പുകളിൽ ഇന്ധനമില്ല. അതായത് പമ്പുകളിൽ ഇനി 200 ലിറ്ററിന് മുകളിൽ ഡീസൽ വിൽക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. അതായത് മെയിനായിട്ട് ഇനിയിപ്പോ 200 ലിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ലോറി, 6 വീല് ലോറി അല്ലെങ്കിൽ ബസ്, വലിയ ബസ്സൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ 200 ലിറ്ററിന്റെ മേലെ പോവാറുള്ളൂ. ബസ് എന്തായാലും 200 ലിറ്റർ മേലെ പോവില്ല, എന്തായാലും താഴെ വരുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റിയത് വേറെ ഇൻഡസ്ട്രിക്കാണ് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ അടി കിട്ടുക. അപ്പോൾ ഈ ഇൻഡസ്ട്രിക്കാരൊക്കെ ഇനി സ്വന്തമായിട്ട് ഒരു പമ്പോ അല്ലെങ്കിൽ പെട്രോളോ ഡയറക്റ്റ് വാങ്ങേണ്ടി വരും. ഇപ്പൊ ജിയോന്റെ പെട്രോൾ ഇപ്പോൾ വരുന്നുണ്ട്, അതായത് പെട്രോൾ മൊബൈൽ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് 5 ലക്ഷം രൂപയാണ് അതിന് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് എന്തായാലും നന്നായിട്ട് ഉപകാരപ്പെടും. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മഴക്കാലം തുടങ്ങി രോഗങ്ങൾ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസം പനി ബാധിതർ 3 ഇരട്ടി എന്ന് പറഞ്ഞൊരു വാർത്തയാണ്. ഈ വർഷം പല പകർച്ചവ്യാധികളും കുതിച്ചു വരുമെന്നും ദുരന്ത സമാനമായ അവസ്ഥ ഉണ്ടാകാൻ ഇടയുണ്ടെന്നും ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. മഴ കനത്തതോടെ പനി ബാധിതരുടെ എണ്ണം 5 ദിവസത്തിനിടെ 3 ഇരട്ടിയിലേക്ക് കുതിച്ചു. തിങ്കൾ വരെയുള്ള കണക്കനുസരിച്ച് ആകെ 10,853 രോഗികളാണ് ഇതുവരെ നിലവിൽ ഇവർക്കാണ് പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒന്നാണ് നിപ്പ. കോഴിക്കോട്ടെ രോഗിയുടെ 3 ബന്ധുക്കൾ ആശുപത്രിയിൽ. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. നിപ്പ ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ 3 കുടുംബങ്ങളെ കൂടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ സ്രവ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇവർക്ക് രോഗലക്ഷണങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. എന്നിരുന്നാൽ പോലും ഇനി അയാൾക്ക് മറ്റാളുകളുമായിട്ട് സമ്പർക്കം ഉണ്ടായിരിക്കോ, ഇനി പിന്നീട് എന്താ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ എല്ലാവരും ജാഗ്രതയോടെ നിൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഷിഗല്ല രോഗം, വയനാടാണ് കൂടുതലും ഷിഗല്ല രോഗം ആളുകളിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ ബത്തേരി ഷിഗല്ല പടർന്ന കോളിയാടി സ്കൂളിൽ നിന്ന് പരിശോധനയ്ക്ക് അയച്ച 7 ഫലങ്ങൾ കൂടി പോസിറ്റീവായി. ഇതോടെ ഫലം വന്ന 16 പേർക്കും ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ 7-ന് പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളാണ്. അപ്പൊ റിസൾട്ട് വരാനും സ്വല്പം വൈകുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സംശയമുള്ളവരൊന്നും മറ്റുള്ളവരായിട്ട് സമ്പർക്കം പുലർത്താതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇത്തരത്തിൽ സ്കൂളുകളിലൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഏറെ ശ്രദ്ധ പാലിക്കേണ്ട ഒന്ന് തന്നെയാണ്. പ്രധാനമായിട്ടും ഭക്ഷണത്തിലൂടെയാണ് ഷിഗല്ല പരക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മുടെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇടപഴകുമ്പോഴാണ് ഇത്തരത്തിൽ ഉണ്ടാവുന്നത്. പനി, വയറിളക്കം തുടങ്ങിയിട്ടുള്ളവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അപ്പം ഭക്ഷണം കഴിക്കുമ്പം വൃത്തിയോടെയും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. മലപ്പുറത്ത് മരിച്ച സ്ത്രീക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 9-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച 51 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഷിഗല്ല ഉണ്ടായിരുന്നു, പക്ഷെ അതേ തുടർന്ന് മരണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇക്കൊല്ലം മരണം ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും അതീവ ശ്രദ്ധ പുലർത്തുക, ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കൊറോണ പോലെയല്ല നിപ്പ വന്ന എന്തായാലും മരിച്ചു പോകുന്ന ഉറപ്പാണ്. പിന്നെ അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്. സ്വർണ്ണവിലയാണ് പറയുന്നത്. ഇന്നലയ്ക്ക് സ്വർണത്തിന് 1,08,000 രൂപയായിരുന്നു. മിഞ്ഞാന്ന് 1,05,000 സംതിങ് ആയിരുന്നു. ഒറ്റയടിക്ക് തന്നെ 2,000 രൂപയുടെ വ്യത്യാസമാണ് സ്വർണത്തിന് ശരിക്കും വന്നിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ. കാരണം ട്രംപിന് ഒരു തീരുവ ഇനി തുടരാം, അവരുടെ ടാക്സ് തുടരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും രൂപയുടെ മൂല്യം എന്തായാലും ഇനിയിപ്പോൾ താഴുകയും ചെയ്യും, സ്വർണത്തിന് വില കൂടുകയും ചെയ്യും. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് കുറച്ച് കൂടും, പിന്നെ എന്തായാലും വീണ്ടും കമ്മിയാവും.
മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാല് ED ചോദ്യം ചെയ്യൽ, വീണ വന്നില്ല, 17-എത്താൻ സമൻസ്. വീണയ്ക്ക് വീണ്ടും ED സമൻസ് അയച്ചിരിക്കുകയാണ്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ ചോദ്യം ചെയ്യലിന് ഈ മാസം 17-ന് ED കൊച്ചി ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ രണ്ടാമത്തെ സമൻസ് അയച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അവധി അപേക്ഷ നൽകിയാണ് വീണ ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നത്. 15-ന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് CMRL കമ്പനി മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്തയ്ക്കും കഴിഞ്ഞ ദിവസം EDയുടെ സമൻസ് കിട്ടി. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം വകുപ്പ് 50 പ്രകാരമാണ് സമൻസ് അയച്ചത്. കക്ഷി നേരിട്ട് ഹാജരായി മൊഴി നൽകുന്നത് ഒഴിവാക്കാൻ കഴിയാത്ത വകുപ്പാണിത്. അപ്പോൾ വീണയെ കഴിഞ്ഞ ദിവസം 15-ന് നേരിട്ട് ED ഓഫീസിലെത്താനും ചോദ്യം ചെയ്യലിന് വിധേയനാകാനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വരാൻ കഴിയില്ല എന്നൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മാസം 17-ന് നിർബന്ധമായിട്ടും എത്തണം എന്നുള്ളൊരു കാര്യം വീണ്ടും ED ഒരു സമൻസ് അയച്ചിരിക്കുകയാണ്. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം 50 പ്രകാരമാണ് സമൻസ് അയച്ചത്. അതുകൊണ്ട് തന്നെ കക്ഷി നേരിട്ട് ഹാജരായി മൊഴി നൽകുന്നത് ഒഴിവാക്കാൻ കഴിയാത്തൊരു വകുപ്പാണിത്. അപ്പോൾ ED എന്തായാലും അത്യധികം നിർബന്ധത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അവർ പറഞ്ഞെങ്കിലും അതിനൊരു മുന്നോട്ടൊരു അവധി കൊടുക്കാതെ പെട്ടെന്ന് തന്നെ അതിന്റെ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്. വിപണിയിൽ സമാധാനത്തിന്റെ മണിക്കൽക്കെന്ന് പറഞ്ഞു. അതായത് യുദ്ധത്തിന്റെ അവസാനമാകുന്നുവെന്ന് US പ്രസിഡന്റ് പ്രഖ്യാപനം വന്നതോടെ ഓഹരി വിപണികളിൽ വമ്പൻ മുന്നേറ്റം. സെൻസസ് 1696 ശരിക്കും പറഞ്ഞാൽ ഉയർന്നിരിക്കുന്നത്. നേരിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ അത്യാവശ്യം ഗോൾഡ് ETF ഒക്കെ വാങ്ങിയവർക്ക് ആ വ്യത്യാസം കാണാൻ കഴിയായിരിക്കും. ഡെയിലി നിങ്ങൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ചെറിയൊരു മുന്നേറ്റം എല്ലാത്തിലും ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ SIP ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ SIP ആണെങ്കിൽ ഒരു സാധാരണക്കാരന്റെ നിക്ഷേപമാണ്. പക്ഷെ അതിൽ വലിയ മാറ്റം ഉണ്ടാവില്ല. പക്ഷെ അത്യാവശ്യം വലിയ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ETF BES ഒക്കെ വാങ്ങിയവർക്ക് ഇപ്പൊ എന്തായാലും കുറച്ച് ഗുണം ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ അത് ആ ഒരു ഗുണം നിങ്ങൾ ഒരാഴ്ചയായിട്ട് നിങ്ങൾ അത് കാണുന്നുണ്ടാവും. പിന്നെ അടുത്തൊരു ന്യൂസാണ് വാഹന വിപണിയിൽ വീണ്ടും വില വർധന. ഇന്നലെ നമ്മൾ പറഞ്ഞു ലക്ഷറി കാർക്ക് വില കമ്മിയാക്കി എന്നുള്ളത്. പക്ഷെ ഇവിടെ വേറൊരു രീതിയിലാണ് ഇപ്പോൾ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നതിടെ വാഹന വിപണിയിൽ വീണ്ടും വില വർധന. ജൂലൈ 1 മുതൽ തങ്ങളുടെ വാഹനങ്ങൾക്ക് 1.5% വരെ വില ഉയരുന്നുവെന്ന് ടാറ്റ മോട്ടോഴ്സ് അറിയിച്ചു. മെയിനായിട്ട് ടാറ്റേന്റെ വണ്ടികളാണ് അവർ വില കൂട്ടിയിരിക്കുന്നത്. പക്ഷെ ടാറ്റേന്റെ ലക്ഷറി വണ്ടിയായ ജാഗ്വറിന് എന്തായാലും വില അവർ കമ്മിയാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് മിക്കവാറും ഒരു 8 ലക്ഷം മുതൽ 3 കോടി രൂപ വരെ വില കമ്മിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലക്ഷറി വണ്ടിക്ക്. കാരണം ഇപ്പോ ലക്ഷറി വണ്ടിക്ക് ടാക്സ് കൂടുതലായതും കൊണ്ട് തന്നെ അവര് വില കമ്മിയാക്കി വരികയാണ്. അപ്പോൾ ഇത് സാധാരണ ലക്ഷറി അല്ലാത്ത ഒരു 7 ലക്ഷത്തിന് താഴെയുള്ള വാഹനങ്ങൾക്കായിരിക്കും ചിലപ്പോൾ ഇത് പെടുക. മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടാണ്. CPM നടപടി സ്വീകരിച്ചാൽ ഉന്നതരുടെ പങ്ക് വെളിപ്പെടുത്താൻ പത്മകുമാർ. ശബരിമല സ്വർണ്ണക്കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെതിരെ CPM നടപടി സ്വീകരിച്ചാൽ ഉന്നതരായ പല നേതാക്കളും കുടുങ്ങും. പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തുകയോ പുറത്താക്കുകയോ ചെയ്യുന്ന നടപടി ഉണ്ടായാൽ സ്വർണ്ണക്കേസിൽ മുൻ മന്ത്രിയുടെ അടക്കം പങ്ക് പരസ്യമാകാൻ പത്മകുമാർ തയ്യാറെടുക്കുന്നതായാണ് സൂചന. ഇതോടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള തോമസ് ഐസക്കിനെ അനുനയ ചർച്ചകൾക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇതിനിടെ പത്മകുമാറിന്റെ ആത്മകഥ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന വാർത്തകളും വന്നതോടെ എന്ത് നടപടി എടുക്കണമെന്നറിയാതെ CPM നേതൃത്വവും വെട്ടിലായിരിക്കുകയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ ഒരു സ്വർണ്ണക്കേസിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത എല്ലാവർക്കും അറിയാം. അപ്പം ഏതരത്തില് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെ ചുമത്തുമ്പോഴും ഭരണപക്ഷം പ്രതിപക്ഷത്തിനെ ചുമത്തുമ്പോഴും ഇത്തരത്തിൽ ഇതിന്റെ വരും നടപടികളിലൂടെ ആരാണ് ഇതിന്റെ യഥാർത്ഥ കാരണം, ആരിലൂടെയാണ് ഇത് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാവും. എന്തായാലും ഇതിന്റെ നടപടികളും ചർച്ചകളും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എല്ലാവർക്കും അറിയണ ഒരു ഫുട്ബോൾ ന്യൂസ് ആണ്. C5 ഇപ്പൊ നിങ്ങൾക്ക് കളി കാണാൻ പറ്റുന്നുണ്ടാവും ഫുട്ബോൾ. അപ്പോ അത് ഈ ഒരു വർഷം മാത്രമല്ല, 2027 വനിതാ വേൾഡ് കപ്പ് ഫുട്ബോളും 2030 വേൾഡ് കപ്പും 2034 വേൾഡ് കപ്പും ഇതെല്ലാം ഇപ്പോൾ C5 അവരുടെ ഇത് വാങ്ങിയിരിക്കുകയാണ്, അതിന്റെ പേറ്റന്റ് വാങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ അടുത്ത 10-15 വർഷം ഇനി C5 നിങ്ങൾക്ക് കളി കാണാൻ പറ്റും. അത് ഫ്രീ ആയിട്ട് തന്നെ. കേബിൾ ഉള്ളവർക്കായിരിക്കും കൂടുതലും ഫ്രീ ആയിട്ട്, ബാക്കിയുള്ളവർക്ക് എന്തായാലും പൈസ കൊടുക്കണം. മറ്റൊന്ന്, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ഇക്കൊല്ലം മുതൽ
ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി റോജി പറഞ്ഞിരിക്കുകയാണ്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന ഇന്ദിരാ ഗ്യാരണ്ടി ഈ അധ്യയന വർഷം തന്നെ നടപ്പാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പ്രഖ്യാപനം ബജറ്റിലൂടെ ഉണ്ടാവുമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വകുപ്പ് തലത്തിൽ പ്രാഥമിക നടപടി തുടങ്ങി. 4 വർഷ ബിരുദ കോഴ്സിനെ വ്യാപക പരാതിയുയരുന്ന സാഹചര്യത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ സമിതിയെ നിയോഗിക്കും. ബിരുദം വരെ സൗജന്യ പഠനമെന്ന LDF സർക്കാരിന്റെ അവസാന ബജറ്റിലെ പ്രഖ്യാപനം പണം നീക്കിവെക്കാതെ ഉള്ളതാണ്. അവസാന ബജറ്റിൽ എന്ത് വേണമെങ്കിലും പറയാം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കിഫ്ബി പദ്ധതി തുടരണോ എന്ന് സർക്കാർ നിർദ്ദേശപ്രകാരം തീരുമാനിക്കും. എന്തായാലും അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ഇക്കൊല്ലം മുതൽ നൽകൂ എന്നുള്ളത്. എന്നാൽ ഈ വർഷം തന്നെ അതിന്റെ നടപടികളും കാര്യങ്ങളും ഉണ്ടാവും എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ KSRTCന്റെ കാര്യം തന്നെ അവർ ഭരണപക്ഷത്ത് വന്ന് തുടരും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ ഇത്രത്തോളം നീണ്ടു. അപ്പൊ ഇനി ഇതും എത്രത്തോളം നീളും? ഈ ബജറ്റ് കാലിയായിരിക്കുന്ന ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ എന്നുള്ള അവരുടെ വാഗ്ദാനം എത്രത്തോളം പ്രാവർത്തികമാകും? അത് എല്ലാവരിലേക്കും എങ്ങനെ എത്തിക്കും? ഏതൊക്കെ തരത്തിലാണ്? എന്തെങ്കിലും അതിന് മാനദണ്ഡങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ അറിയും. എന്തായാലും ഇക്കൊല്ലം തന്നെ അതിന്റെ നടപടിയും കാര്യങ്ങളും ആ ഒരു വാഗ്ദാനവും പാലിക്കപ്പെടുമെന്നാണ് എന്തായാലും മന്ത്രി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത സ്പോർട്സ് ന്യൂസ് ആണ്. സ്പോർട്സ് ന്യൂസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ഫുട്ബോളിന്റെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം നമ്മൾ ഖത്തറിന്റെയും സ്വിറ്റ്സർലാൻഡിന്റെയും പോരാട്ടം തന്നെയാണ്. രാത്രി 12:30ക്കാണ് നമുക്ക് കേരളത്തിലുള്ളവർക്ക് കളി കാണാൻ കഴിയുക. അപ്പൊ എല്ലാവരും C5 എന്തായാലും കളി കാണുക. പിന്നെ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് എനിക്കും പേഴ്സണലി എല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ് ഷക്കീറിന്റെ പാട്ട്. പണ്ട് സാമിനാമിന പാട്ട് വിജയിപ്പിച്ച ഷക്കീറ അതിന് ശേഷം ഫുട്ബോളിന്റെ ഒരു പാട്ടും വിജയിച്ചിട്ടില്ല. അതിന് ഷക്കീർ ഇല്ല എന്ന് തന്നെ പറഞ്ഞത്. അപ്പോ ഈ ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം അവരൊരു പാട്ട് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ട് സ്റ്റേജിൽ പാടിയപ്പോ അന്നത്തെ അത്ര ഹിറ്റ് ഇപ്രാവശ്യം ആയില്ല. പോരാത്തതിന് അത് ഷക്കീറയല്ല, ഷക്കീറിന്റെ ബോഡി ഡബിളാ വന്നു പാടി എന്നുള്ള ഒരു വിവാദവും കൂടി ഇപ്പൊ നടക്കുന്നുണ്ട്. അതൊരു മെയിൻ ന്യൂസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രധാന വാർത്തകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. പ്രധാന വാർത്ത എന്ന് പറയുന്ന എല്ലാവരും ആവേശത്തോടെ ഒന്ന് നോക്കുന്ന തന്നെ നമ്മുടെ മലയാളി താരത്തിന്റെ ലോകകപ്പിൽ ആദ്യ ചുവടുവെപ്പ് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് അത്. അപ്പൊ ഏറെക്കുറെ എല്ലാ വാർത്തകളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും.